ഇന്നത്തെ സിനിമാ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. അല്ലു അർജുൻ നായകനെത്തിയ അദ്ദേഹത്തിന്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ സിനിമയായ പുഷ്പയുടെ രണ്ടാം ഭാഗമായ പുഷ്പ ദി റൂൾ എന്ന സിനിമ ഡിസംബർ 5-ാം തീയതി തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. ഇന്നലെ വൈകിട്ടോടെയായിരുന്നല്ലോ സിനിമയുടെ ട്രെയിലർ റിലീസായത്. ഇന്നലെ രാത്രി വൈകി 10 മണിക്ക് ശേഷമാണെങ്കിലും സിനിമയുടെ ട്രെയിലർ മലയാളത്തിൽ കൂടി റിലീസ് ചെയ്തിരുന്നു. മലയാളം ട്രെയിലർ 2 മില്യണിലധികം യൂട്യൂബ് വ്യൂവേഴ്സും നേടിയെടുത്തിരിക്കുകയാണ്. ഇപ്പോഴത്തെ പുഷ്പയുടെ രണ്ടാം ഭാഗത്തിന്റെ ട്രെയിലറിന്റെ 24 മണിക്കൂർ വ്യൂ കൗണ്ട് റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ റെക്കോർഡ് ഇന്ത്യൻ വ്യൂവേഴ്സ് കൗണ്ടാണ് 24 മണിക്കൂറിൽ അല്ലു അർജുൻ സിനിമയുടെ ട്രെയിലർ നേടിയെടുത്തിരിക്കുന്നത്. ഒരു ഇന്ത്യൻ സിനിമയുടെ റെക്കോർഡ് വ്യൂ കൗണ്ട് നേടിയെടുത്ത സിനിമ 100 മില്യൺ വ്യൂവേഴ്സ് ആയിരുന്നു യൂട്യൂബിൽ 24 മണിക്കൂർ കൊണ്ട് ഇന്ന് വൈകിട്ട് 6 മണിക്ക് വന്ന കൗണ്ട് പ്രകാരം നേടിയെടുത്തത്. സിനിമയുടെ അണിയറ പ്രവർത്തകർ പാൻ ഇന്ത്യൻ പ്രൊമോഷൻ എന്നതിലുപരി നോർത്ത് ഇന്ത്യയിൽ കൂടുതൽ പ്രേക്ഷകരിലേക്ക് സിനിമ എത്തിക്കുക എന്നൊരു ലക്ഷ്യത്തോടെയാണല്ലോ പട്നയിൽ പോയി വലിയ തരംഗമാക്കിയ സിനിമയുടെ ട്രെയിലർ ലോഞ്ച് നടത്തിയത്. ഇപ്പോഴത്തെ അത് വലിയ രീതിയിൽ വിജയം കണ്ടെത്തിയിരിക്കുകയാണ്. ഹിന്ദി പതിപ്പിനാണ് കൂടുതൽ വ്യൂവേഴ്സ്, 49 മില്യൺ വ്യൂവേഴ്സും 24 മണിക്കൂർ കൗണ്ടിൽ വന്നിരിക്കുന്നത്. അപ്പോൾ അല്ലു അർജുന്റെ ഒരു നോർത്ത് ഇന്ത്യൻ തരംഗം ട്രെയിലറിലൂടെ തന്നെ തുടങ്ങിയിരിക്കുകയാണ്. കാത്തിരിക്കൂ, പുഷ്പ 2 എന്ന സിനിമയുടേതായിട്ട് ഇനി വരാനിരിക്കുന്ന അടുത്ത വമ്പൻ ബ്രഹ്മാണ്ഡ അപ്ഡേറ്റുകൾ കേട്ട്. അമരൻ എന്ന സിനിമ ആ സിനിമയുടെ ഫൈനൽ റണ്ണിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ശിവകാർത്തികേയന്റെ കരിയറിലെ റെക്കോർഡ് കളക്ഷൻ നേടിയെടുത്ത ഈ വർഷത്തിലെ ഏറ്റവും ഉയർന്ന വേൾഡ് വൈഡ് ഗ്രോസ് നേടിയെടുത്ത രണ്ടാമത്തെ തമിഴ് സിനിമ കൂടിയായ അമരന്റെ വേൾഡ് വൈഡ് ഗ്രോസ് ഇന്നലെ ഞായർ വരെയുള്ള കണക്കുകൾ പ്രകാരം 295 കോടിയിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. 300 കോടിയിലേക്ക് നാളെയോടെ സിനിമ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായിട്ട് എത്തപ്പെടുമെന്നാണ് നിലവിൽ നമ്മുടെ പ്രതീക്ഷ. സിനിമ വലിയ വിജയം നേടിയെടുത്തിരിക്കുന്നു. അതിലുപരി കഴിഞ്ഞ ആഴ്ച റിലീസ് ചെയ്ത ഏറ്റവും പുതിയ തമിഴ് സിനിമയേക്കാൾ മികച്ച തരംഗം ഇന്നലെ ഞായറാഴ്ച മുതൽ സിനിമയ്ക്ക് നേടിയെടുക്കാനായിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. കാത്തിരിക്കൂ അമരന്റെ ഫൈനൽ വരെയുള്ള ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾക്ക്.